ശ്രീ ഗുരുഭ്യോ നമ. നമസ്തേ. 5ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠം നോക്കാം. ദ്വിതീയ പാഠ അവധാനേന കർത്തവ്യം. 2ാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? അവധാനേന കർത്തവ്യം. അവധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധയോടെ. അവധാനേന എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ, അല്ലെങ്കിൽ ഏകാഗ്രതയോടെ, അല്ലെങ്കിൽ ജാഗ്രതയോടെ എന്നൊക്കെ പറയാം. അപ്പോൾ ജാഗ്രതയോടെ കർത്തവ്യം, ജാഗ്രതയോടെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് ഈ ഒരു ടൈറ്റിലിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ആദ്യം എന്താണ് പറയുന്നത്? ചിത്രാണി പശ്യതു, ഈ ചിത്രങ്ങൾ നോക്കൂ. നാമാനി വദതു, എന്നിട്ട് അവയുടെ പേരുകൾ പറയാം. എന്താണ് സിംഹത്തിന് എന്താണ് സംസ്കൃതത്തിൽ പറയുക? അതുപോലെ പട്ടിക്ക് എന്താണ് സംസ്കൃതത്തിൽ പറയുക? കുരങ്ങൻ എന്താണ് പറയുക? അങ്ങനെയുള്ള പേരുകൾ പറയാൻ. അപ്പോൾ സിംഹത്തിന് സിംഹ എന്ന് പറയും, പട്ടിക്കോ ശുനക എന്ന് പറയും, കുരങ്ങന് കപി എന്ന് പറയാം, വാനര എന്ന് പറയാം. ഒരു വാക്കല്ല, കുറേ വാക്കുണ്ടാവും കേട്ടോ. എന്നാലും നമുക്ക് ഓരോ വാക്ക് പറയാം. ഇനി ആനയ്ക്ക് എന്ത് പറയും? ഗജ എന്ന് പറയും. പൂച്ചയ്ക്ക് മാർജാര എന്ന് പറയും. ഏതാദൃശാനാം മിത്രാണാം ഏകാം കഥാം ശൃണുമ. ഇങ്ങനെയുള്ള കൂട്ടുകാരുടെ ഒരു കഥ നമുക്ക് കേൾക്കാം. വിഷ്ണു ശർമ്മണ പഞ്ചതന്ത്രാത് സ്വീകൃത ഭവതി ഇയം കഥ. വിഷ്ണു ശർമ്മ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, ഒരു പുസ്തകമാണ് എന്ത്? പഞ്ചതന്ത്രം. ആ പഞ്ചതന്ത്രത്തിൽ നിന്നുള്ള കഥയാണ് ഇത്. അപ്പോൾ ഒരു കഥ നമുക്ക് കേൾക്കാം. ഇങ്ങനെയുള്ള ആനയും സിംഹവും പൂച്ചയും ഒക്കെ കൂട്ടുകാരായിട്ട്, അതായത് മൃഗങ്ങളെയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. നോക്കാം. വിവിധാനാം, ഓരോ വാക്യം 2 പ്രാവശ്യം വായിക്കാം. വിവിധാനാം സസ്യലതാദീനാം തഥാ ജന്തുജാലാനാം ച നിവാസസ്ഥാനം ഭവതി വനം. വിവിധാനാം സസ്യലതാദീനാം തഥാ ജന്തുജാലാനാം ച നിവാസസ്ഥാനം ഭവതി വനം. ധാരാളം സസ്യലതാദികളുടെയും അതുപോലെ ജന്തുക്കളുടെയും ഒക്കെ താമസ സ്ഥലമാണ് എന്ത്? വനം, കാട്. തത്ര അതിമനോഹരാണി ദൃശ്യാനി സന്തി. തത്ര അതിമനോഹരാണി ദൃശ്യാനി സന്തി. അവിടെ നല്ല മനോഹരങ്ങളായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ കഥയിലേക്ക് കടക്കുകയാണ്. ഏകത്ര കിഞ്ചന വനം അസ്തി. ഏകത്ര കിഞ്ചന വനം അസ്തി. ഒരിടത്ത് ഒരു കാട് ഉണ്ടായിരുന്നു. തത്ര കശ്ചന സിംഹ വസതി. തത്ര കശ്ചന സിംഹ വസതി. അവിടെ ഒരു സിംഹം താമസിക്കുന്നു. ഏകദാ ബുഭുക്ഷിതഃ സഹ ഭക്ഷണം അന്വേഷ്യ അടതി. ഏകദാ ബുഭുക്ഷിതഃ സഹ ഭക്ഷണം അന്വേഷ്യ അടതി. ഒരിക്കൽ വിശന്നു വലഞ്ഞ ആ സിംഹം ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്നു. സഹ ഏകാം ഗുഹാം പശ്യതി. സഹ ഏകാം ഗുഹാം പശ്യതി. ആ സിംഹം ഒരു ഗുഹ കാണുന്നു. സിംഹഃ ഗുഹായാഃ അന്തഃ പ്രവിശ്യ ചിന്തയതി. സിംഹഃ ഗുഹായാഃ അന്തഃ പ്രവിശ്യ ചിന്തയതി. സിംഹം ഗുഹയുടെ ഉള്ളിൽ കയറിയിട്ട് ചിന്തിക്കുന്നു. എന്താണ് ചിന്തിക്കുന്നത്? അത്ര നിശ്ചയേന കോപി ജന്തുഃ ആഗമിഷ്യതി അതഃ അത്ര നിലീയ തിഷ്ഠാമി ഇതി. അത്ര നിശ്ചയേന കോപി ജന്തുഃ ആഗമിഷ്യതി അതഃ അത്ര നിലീയ തിഷ്ഠാമി ഇതി. ഇവിടെ നിശ്ചയമായിട്ടും എന്തായാലും ഏതെങ്കിലും ഒരു ജീവി വരും. കാരണം ഈ ഗുഹ ഏതെങ്കിലും ഒരു ജീവി താമസിക്കണതാവുമല്ലോ. അപ്പോൾ ആ ജീവി ഈ ഗുഹയിലേക്ക് കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ തൻ്റെ ഗുഹയിലേക്ക് വരുമല്ലോ. അതഃ അത്ര നിലീയ തിഷ്ഠാമി ഇതി. അതുകൊണ്ട് ഇവിടെ ഈ ഗുഹയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കാം എന്ന് ആ സിംഹം ചിന്തിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തഥാ കശ്ചന ജംബുകഃ ആഗച്ഛതി. തഥാ
കശ്ചന ജംബുകഃ ആഗച്ഛതി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? അപ്പോൾ അങ്ങോട്ടൊരു കുറുക്കൻ വന്നു. വരുന്നു. ഗുഹാമുഖേ സിംഹസ്യ പാദചിഹ്നാനി പശ്യതി. ഗുഹാമുഖേ സിംഹസ്യ പാദചിഹ്നാനി പശ്യതി. ഗുഹയുടെ മുമ്പിൽ സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ കാണുന്നു. കുറുക്കൻ ഗുഹയുടെ മുമ്പിൽ സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ കാണുന്നു. സഹ ചിന്തയതി. കുറുക്കൻ ചിന്തിക്കുന്നു. സിംഹഃ ഗുഹായാം അസ്തീതി. സിംഹം ഗുഹയിലുണ്ട് എന്ന് കുറുക്കൻ ചിന്തിക്കുന്നു. തത് പരീക്ഷിതും സഹ ജംബുകഃ ഉച്ചൈഃ ഗുഹാം പൃച്ഛതി. അത് പരീക്ഷിക്കാൻ വേണ്ടി, ഇപ്പോൾ ഉണ്ടെന്ന് ഗുഹയിൽ സിംഹമുണ്ടെന്ന് ചിന്തിക്കുകയാണ് കുറുക്കൻ. പക്ഷെ ഉറപ്പില്ലല്ലോ, ഇനി ഗുഹയിൽ വന്ന് പോയിട്ടുണ്ടോ എന്നും അറിയില്ല. പക്ഷെ ഉണ്ടെന്നാണ് കുറുക്കൻ ചിന്തിക്കുന്നത്. എന്നാലും അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹജംബുകഃ, ആ കുറുക്കൻ ഉച്ചൈഃ ഗുഹാം പൃച്ഛതി, ഉറക്കെ ഗുഹയോട് ചോദിച്ചു. ഭോ ഗുഹേ ആഗതഃ അഹം. ഭോ ഗുഹേ ആഗതഃ അഹം. അല്ലയോ ഗുഹേ, ഞാൻ വന്നിരിക്കുന്നു. ത്വം കുതഃ ന പ്രതിവദസി. നീ എന്താണ് എന്നോട് തിരിച്ചൊന്നും പറയാത്തത്? കിമപി ന വദസി ചേത് ഗുഹാന്തരം ഗച്ഛാമി ഇതി. ഒന്നും എന്നോട് പറഞ്ഞില്ലെങ്കിൽ, തിരിച്ചെന്നോടൊന്നും ഗുഹ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വേറെ ഗുഹയിലേക്ക് പോകും എന്ന് ഗുഹയോട് ആര് പറഞ്ഞു? ജംബുകൻ, കുറുക്കൻ പറഞ്ഞു. തദാ സിംഹഃ ചിന്തയതി. അപ്പോൾ സിംഹം ചിന്തിച്ചു. ഏഷാ ഗുഹ പ്രതിദിനം തസ്മൈ പ്രത്യുത്തരം ദദാതീതി. ഈ ഗുഹ എന്നും കുറുക്കന് തിരിച്ചു മറുപടി കൊടുക്കാറുണ്ടാകുമെന്ന് ആര് ചിന്തിച്ചു? സിംഹം ചിന്തിച്ചു. സഹ ഉച്ചൈഹി ഗർജതി. അപ്പോൾ സിംഹം ഉറക്കെ ഗർജിച്ചു. എന്തിനാ ഗർജിച്ചത്? അപ്പോൾ ഗുഹ തിരിച്ചു മറുപടി പറയാണ് എന്ന് കുറുക്കൻ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സിംഹം ഗർജിക്കുന്നത്. അപ്പോൾ കുറുക്കൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഗുഹ എന്താ എന്നോട് തിരിച്ചൊന്നും ചോദിക്കാത്തത്? നീ എന്നോട് മിണ്ടിയില്ലെങ്കിൽ ഞാൻ വേറെ ഗുഹയിലേക്കൊക്കെ പോകുമെന്ന് കുറുക്കൻ എന്തിനാണ് പറഞ്ഞത്? ഉള്ളിൽ സിംഹം ഉണ്ടെങ്കിൽ, ഒരു മണ്ടനായ സിംഹമാണെങ്കിൽ തിരിച്ച് അവിടുന്ന് ഒച്ച വയ്ക്കും എന്ന് കുറുക്കനറിയാം. അപ്പോൾ സിംഹം ഗർജിച്ചപ്പോൾ സിംഹഗർജനം ശ്രുത്വാ ജംബുകഃ തതഃ ധാവതി. സിംഹത്തിൻ്റെ ഗർജനം കേട്ടിട്ട് കുറുക്കൻ അവിടുന്ന് ഓടിപ്പോകുന്നു. അപ്പോൾ എന്താണ് കഥയിലുണ്ടായത്? വിശന്ന് വലഞ്ഞ ഒരു സിംഹം ഒരു കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ഗുഹ കണ്ടു. അപ്പോൾ സിംഹം വിചാരിച്ചു ഇതേതെങ്കിലും ജീവിയുടെ ഗുഹയായിരിക്കും, അപ്പോൾ ഇതിനുള്ളിൽ ഒളിച്ചിരിക്കാം, ആ മൃഗം വരുമ്പോൾ നമുക്ക് പിടിച്ചു തിന്നാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഗുഹയിൽ താമസിക്കുന്ന കുറുക്കൻ വന്നപ്പോൾ പുറത്ത് സിംഹത്തിൻ്റെ കാൽപ്പാട് കണ്ടു. ഉള്ളിൽ സിംഹമുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറുക്കൻ ഗുഹയോട് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നു, നീ എന്താണ് എന്നോട് പ്രത്യുത്തരം തരാത്തത്, തിരിച്ചൊന്നും പറയാത്തത് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ മണ്ടനായ സിംഹം വിചാരിച്ചു ഗുഹ എന്നും അവനോട് സംസാരിക്കും, അപ്പോൾ ഞാനിപ്പോൾ ഒച്ച വെച്ചില്ലെങ്കിൽ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് വരാതെ തിരിച്ചു പോകുമെന്ന് വിചാരിച്ച് സിംഹം ഗർജിച്ചു. അപ്പോൾ കുറുക്കന് മനസ്സിലായി സിംഹം അവിടെ ഉണ്ട്. വേഗം കുറുക്കൻ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ എന്താണ് ഈ പഞ്ചതന്ത്രം കഥയുടെ ഒരാശയം എന്താണ്? നമുക്ക് പറഞ്ഞു തരുന്ന മെസ്സേജ് എന്താണ്? അവധാനേന കാര്യാണി കർത്തവ്യാനി. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവകം ചെയ്യണം, വളരെ ജാഗ്രതയോടുകൂടി ചെയ്യണം, ആലോചിച്ച് ചെയ്യണം എന്ന്. ഇപ്പോൾ കുറുക്കൻ ഈ സിംഹത്തിൻ്റെ കാൽപ്പാട് കണ്ടിട്ടും
സിംഹമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ സിംഹം എന്തായാലും പിടിച്ചു തിന്നുമായിരുന്നു അല്ലേ. അപ്പോൾ കുറുക്കൻ ഒരു സൂത്രം പ്രയോഗിച്ച് ആലോചിച്ച് ചെയ്തത് കൊണ്ടാണ് കുറുക്കൻ രക്ഷപ്പെട്ടത്. അപ്പോൾ അതാണ് ഈ ഒരു കഥ, പഞ്ചതന്ത്രത്തിൽ നിന്നെടുത്തതാണ്. പഞ്ചതന്ത്രം എഴുതിയതാരാണ്? വിഷ്ണു ശർമ്മനാണ് പഞ്ചതന്ത്രം എഴുതിയത്. അപ്പോൾ പഞ്ചതന്ത്രത്തിൽ ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ പദച്ഛേദവും വിഗ്രഹവും കൂടി നോക്കിയിട്ട് നിർത്താം. പദച്ഛേദ കോപി, കഹ പ്ലസ് അപി, ഇതാണ് ഒരുമിച്ച് കോപി എന്നെഴുതുന്നത്. ഇനി കിമപി, കിം പ്ലസ് അപി, അതിനെയാണ് ഒരുമിച്ച് കിമപി എന്നെഴുതുന്നത്. ഈ കോപിയും കിമപിയും എവിടെയാണ് കിടക്കണേ ടെക്സ്റ്റിൽ? നമുക്ക് നോക്കാം. വായിച്ചു നോക്കാം, അത്രയും നമ്മുടെ വായന നടക്കും. ഏകത്ര കിഞ്ചന വനം അസ്തി തത്ര കശ്ചന സിംഹഃ വസതി ഏകദാ ബുഭുക്ഷിതഃ സഹ ഭക്ഷണമന്വിഷ്യ അടതി സഹ ഏകാം ഗുഹാം പശ്യതി സിംഹഃ ഗുഹായാഃ അന്തഃ പ്രവിശ്യ ചിന്തയതി അത്ര നിശ്ചയേന കോപി ജന്തുഃ ആഗമിഷ്യതി. ഇവിടെയാണ് കോപി വരുന്നത് അല്ലേ. കോപി എങ്ങനെയാണ് പദച്ഛേദം ചെയ്യുക? കഹ പ്ലസ് അപി. എന്താണ് അതിൻ്റെ അർത്ഥം? ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ജന്തുക്കൾ ഇതിലേക്ക് വരും. കോപി ജന്തുഃ ആഗമിഷ്യതി, ഏതെങ്കിലുമൊക്കെ ജന്തുക്കൾ ഇങ്ങോട്ട് വരും. കഹ അപി, കഹ എന്ന് വെച്ചാൽ ആര് എന്നാണ്. കഹ അപി ആരെങ്കിലും എന്നർത്ഥം. ഇനി എന്താണ്? അതഃ അത്ര നിലീയ തിഷ്ഠാമി ഇതി തദാ കശ്ചന ജംബുകഃ ആഗച്ഛതി ഗുഹാമുഖേ സിംഹസ്യ പാദചിഹ്നാനി പശ്യതി സഹ ചിന്തയതി സിംഹഃ ഗുഹായാം അസ്തി ഇതി തത്പരീക്ഷിതും സഹ ജംബുകഃ ഉച്ചൈഃ ഗുഹാം പൃച്ഛതി ഭോ ഗുഹേ ആഗതഃ അഹം ത്വം കുതഃ ന പ്രതിവദസി കിമപി ന വദസി ചേത് ഗുഹാന്തരം ഗച്ഛാമി ഇതി. ഇവിടെയാണ് കിമപി അല്ലേ. കിം പ്ലസ് അപിയാണ് കിമപി. എന്താണ് അതിൻ്റെ അർത്ഥം? കിം അപി കിമപി, എന്തെങ്കിലും. കിമപി ന വദസി ചെയ്തു, ഒന്നും എന്നോട് തിരിച്ചു പറഞ്ഞില്ല എങ്കിൽ, എന്തെങ്കിലും എന്നോട് പറഞ്ഞില്ല എങ്കിൽ ഞാൻ ഗുഹാന്തരം, വേറൊരു ഗുഹയെ അന്വേഷിച്ചു പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പദച്ഛേദമാണുള്ളത്. കോപി, കഹ പ്ലസ് അപി, കിമപി, കിം പ്ലസ് അപി. ഇനി വിഗ്രഹം നോക്കുകയാണെങ്കിൽ ഗുഹാമുഖേ, ഗുഹാമുഖത്തിൽ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം അതിൻ്റെ അർത്ഥത്തെ? ഗുഹയുടെ മുഖത്തിൽ, അതായത് ഗുഹയുടെ മുന്നിൽ എന്നർത്ഥം. അപ്പോൾ വിഗ്രഹിച്ച് സംസ്കൃതത്തിൽ എഴുതുമ്പോൾ ഗുഹായാഹ മുഖേ, ഗുഹായാഹ മുഖേ, അതാണ് ഗുഹാമുഖേ എന്നുള്ളതിൻ്റെ വിശദീകരണം. ഇനി പാദചിഹ്നാനി, പാദചിഹ്നങ്ങൾ, അതായത് കാൽപ്പാടുകൾ എന്നുള്ളതിനെ എങ്ങനെ നമുക്ക് അർത്ഥം വിശദീകരിക്കാം? കാലുകളുടെ പാടുകൾ, കാൽപ്പാടുകൾ എന്ന് പറയാം. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പാദാനാം ചിഹ്നാനി പാദചിഹ്നാനി, പാദങ്ങളുടെ പാദങ്ങളുടെ പാടുകൾ, ചിഹ്നങ്ങൾ, പാദചിഹ്നാനി. ഇനിയോ ഗുഹാന്തരം, ഗുഹാന്തരം എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗുഹ എന്നാണ് അർത്ഥം. അതാണ് എഴുതിയത് അന്യാ ഗുഹ, മറ്റൊരു ഗുഹ, അതിനെയാണ് ഗുഹാന്തരം എന്ന് പറയുന്നത്. ഇനി സിംഹഗർജനം, അതിനെ എങ്ങനെ അർത്ഥത്തെ വിശദീകരിക്കാം? സിംഹത്തിൻ്റെ ഗർജനം സിംഹഗർജനം അല്ലേ. അതുതന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സിംഹസ്യ ഗർജനം സിംഹഗർജനം എന്ന്. അപ്പം ഇങ്ങനെ അവധാനേന കർത്തവ്യം എന്നുള്ള കഥ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം എന്ന ആശയം മനസ്സിലാക്കി പദച്ഛേദം പഠിച്ചു, വിഗ്രഹം പഠിച്ചു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദ.